എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? ഇതിപ്പോ ആരുടെ തെറ്റാണ്? അപേക്ഷ പോലും ഇല്ലാതെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വ്യക്തമാവില്ല. പക്ഷേ ബീഹാർ അസംബ്ലി ഇലക്ഷന് തൊട്ട് മുൻപ് സ്ത്രീകൾക്കൊക്കെ ഒരു 10,000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സ്കീം ബീഹാറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ അതിൽ പുതിയ വഴിത്തിരിവുകൾ. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്കീമായിരുന്നു. പക്ഷേ പല പുരുഷന്മാർക്കും ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. റിപ്പോർട്ടുകൾ മാത്രമല്ല, തിരിച്ചടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വെറുതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഗവൺമെന്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ പണം തിരിച്ചടക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. സെപ്റ്റംബർ 26-ന്, അതായത് ബീഹാർ ഇലക്ഷൻ നടക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ബീഹാർ ഇലക്ഷൻ നടക്കുന്നത് നവംബർ 6-ാം തീയതി മുതലാണ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇത് ലോഞ്ച് ചെയ്യുകയും അതുമാത്രമല്ല 1.5 കോടിയിൽ അധികം ആളുകൾക്ക്, അതായത് സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ചിട്ട് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ. അതായത് 1.5 കോടി സ്ത്രീകൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അയച്ചു കൊടുത്തത് എല്ലാവരും സ്ത്രീകളാണോ? നമുക്കറിയാം, പണ്ടും ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതായത് ആരും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന ഒരു പ്രക്രിയ. എന്നാൽ ആ ഒരു പ്രക്രിയ ലീഗലി ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ബീഹാറിൽ. കാരണം ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 400 ചില്ലറ ആളുകളാണ് ഇപ്പോൾ കംപ്ലൈന്റ് അല്ലെങ്കിൽ നോട്ടീസ് വന്നിട്ടുള്ളത്. ഇവരോട് തിരിച്ചടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടീസ് വന്ന 400 ചില്ലറ ആളുകൾ എന്ന് പറയുന്നത് സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. ഈ പുരുഷന്മാർക്ക് എങ്ങനെ വന്നു? അവർ പറയുന്നത്, അതായത് ഇതിന്റെ ഓപ്പറേറ്റേഴ്സ്, അതായത് ഇതിന്റെ അതോറിറ്റീസ്, ഈ ഒരു മിഷന്റെ അതോറിറ്റി പറയുന്നത് അത് ടെക്നിക്കൽ ഗ്ലിച്ച് ആണെന്നാണ്. പക്ഷേ ഈ 400 ചില്ലറ പേരും ഈ ഒരു കാര്യത്തെ, ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് സംഭവിക്കുക? അറ്റ്ലീസ്റ്റ് ജനങ്ങൾ വിശ്വസിക്കുന്ന കള്ളങ്ങളെങ്കിലും പറയാൻ ശ്രമിക്കുക. ഇതിപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയാണ്. എല്ലാവർക്കും, ഒരുപാട് പേർക്ക് അങ്ങോട്ട് ആ 10,000 രൂപ അയച്ചു കൊടുത്തു. സ്ത്രീ എന്നോ പുരുഷനെന്നോ നോക്കാതെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. എലക്ഷൻ കഴിഞ്ഞു, വോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് പേർക്ക് ഇതേപോലെ നോട്ടീസ് അയച്ചു. ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം നിങ്ങൾക്ക് ഫണ്ട് വന്നിട്ടുണ്ട്, ആ ഫണ്ട് തിരിച്ചയച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് പ്രശ്നമാവുമെന്ന് അവരും ഓർത്തില്ല. പ്രശ്നമായതിനു ശേഷം വ്യാഴാഴ്ച ബീഹാർ ഗവൺമെന്റ് ഉറപ്പു തന്നു ഈ ആളുകളുടെ പേരിൽ യാതൊരു നടപടിയും എടുക്കില്ല എന്ന്. എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? ഇതിപ്പോ ആരുടെ തെറ്റാണ്? അപേക്ഷ പോലും ഇല്ലാതെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വന്നു. ഇനി ഇതിന്റെ പേരിൽ ആരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത്? ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നപ്പോൾ അക്കൗണ്ടിൽ പൈസ വന്ന ആളുകളുടെ പേരിലോ? ഇപ്പോൾ ഈ പൈസ, ഈ ക്യാഷ് കിട്ടിയ ആളുകൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 10,000 രൂപ ലഭിച്ചിട്ടുണ്ട്, അത് നമ്മൾ സ്പെൻഡ് ചെയ്തു തീരുകയും ചെയ്തു, ഇനി കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അഗ്രികൾച്ചറൽ വർക്കേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്, ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ വലിയൊരു എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ഫണ്ട് തിരിച്ചു തരാം, പക്ഷേ നമ്മളുടെ വോട്ട് തിരിച്ചു എന്നാൽ ഫണ്ട് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ ജയിച്ചിട്ടുള്ളത് ഞങ്ങൾ കാരണമാണെന്നാണ് പല ആളുകളും ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടത് കിട്ടി, വോട്ട് കിട്ടി, ജയിച്ചു, ഭരണം കിട്ടി, ആ പണം ഇനി തിരിച്ചു തന്നേക്ക്. ഇതായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ആണ്. വാ തുറന്നിട്ടില്ല. ആ സമയത്ത് അവിടെ ആ ഒരു സ്കീം വന്നപ്പോഴും ഈ ഫണ്ടൊക്കെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തപ്പോഴും മിണ്ടിയിട്ടില്ല. ഇനിയോ മിണ്ടുമോ? ഇല്ല, ഇനിയും മിണ്ടില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരുമോ? തരില്ല. ഗവൺമെന്റിനോട് ചോദിച്ചാൽ തരുമോ? ഇല്ല. ഇനി പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചാലോ? അതും തരില്ല. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതാണ്, രാഹുൽ ഗാന്ധി ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചു, ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും സർക്കാർ ഉത്തരം കൊടുത്തിട്ടില്ല. പിന്നെ ഇനി ഇത് ചോദിച്ചിട്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് തന്നെ ആരും ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്താൽ തന്നെ അതിനുള്ള ഉത്തരം കിട്ടുകയുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.